എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കായി മഹാഭാരതത്തിലെ ഒരു ചെറിയ കഥ, ശന്തനുവും ഗംഗാദേവിയും. ഇതാണ് കഥ. 1000 അശ്വമേധയാഗങ്ങളും കൂടാതെ 100 രാജസൂയങ്ങളും നടത്തി പ്രസിദ്ധനായ രാജാവായിരുന്നു ഇക്ഷ്വാകുവംശത്തിൽ പിറന്ന മഹാഭിഷക്. സ്വർഗത്തിൽ വലിയ സ്ഥാനമാനങ്ങൾക്ക് പാത്രമായ അദ്ദേഹത്തിന് ഒരിക്കൽ ഒരബദ്ധം പറ്റി. ബ്രഹ്മാവിൻ്റെ മുന്നിൽ വെച്ച് ഗംഗാദേവിയെ പ്രേമപൂർവ്വം ഒന്ന് നോക്കിപ്പോയി. കുപിതനായ ബ്രഹ്മാവ് മഹാഭിഷക് വീണ്ടും മനുഷ്യനായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു. ബ്രഹ്മാവിൻ്റെ ശാപത്താൽ മഹാഭിഷക് പുരുവംശത്തിലെ പ്രദീപ മഹാരാജാവിൻ്റെ പുത്രനായി ഭൂമിയിൽ ജനിച്ചു. രാജാവ് ആ കുട്ടിക്ക് ശന്തനു എന്ന് പേരിട്ടു. ശന്തനുവിന് പ്രായപൂർത്തി വന്നപ്പോൾ രാജ്യഭാരം അവനെ ഏൽപ്പിച്ച് പ്രദീപ മഹാരാജാവ് തപസ് ചെയ്യാൻ കാട്ടിലേക്ക് പോയി. ഒരിക്കൽ അഷ്ടവസുക്കൾ 8 പേരും തങ്ങളുടെ ഭാര്യമാരോടൊത്ത് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിനടുത്തുള്ള വനത്തിൽ ഉല്ലസിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് വസിഷ്ഠ മഹർഷിയുടെ കാമധേനു എന്ന നന്ദിനി പശുവിനെ അവർ കാണാനിടയായി. അഷ്ടവസ്തുക്കളിൽ ഒരുവനായ ദ്യോവിയുടെ ഭാര്യയ്ക്ക് ലക്ഷണമൊത്ത ആ പശുവിനെ സ്വന്തമാക്കണമെന്ന മോഹം വന്നു. ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റുവാനായി ദ്യോവ് നന്ദിനിയെ കട്ടുകൊണ്ടുപോയി. വസിഷ്ഠ മഹർഷി പശു മോഷണം പോയ വിവരമറിഞ്ഞു. ആ കൃത്യം ചെയ്ത അഷ്ടവസ്തുക്കൾ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. 8 പേരിൽ ദ്യോവ് മാത്രം കൂടുതൽ കാലം ഭൂമിയിൽ ജീവിക്കും. ബാക്കി 7 പേർക്കും ജനിച്ച് 1 വർഷത്തിനകം ശാപമോക്ഷം നേടുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മഹർഷിയുടെ ശാപം ലഭിച്ച അഷ്ടവസ്തുക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗംഗാദേവിയെ സമീപിച്ചു. മുനിയുടെ ശാപത്തെക്കുറിച്ച് പറഞ്ഞു. പുരുവംശത്തിൽ പിറന്ന പ്രദീപൻ്റെ മകൻ ശന്തനുവിൻ്റെ മക്കളായി തങ്ങൾ ഭൂമിയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ ദേവി ഒരു മനുഷ്യ സ്ത്രീയായി ജനിച്ച് തങ്ങളുടെ അമ്മയാവണമെന്നും അഷ്ടവസ്തുക്കൾ ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചു. താൻ നിമിത്തം ശാപം ലഭിച്ച മഹാഭിഷക്കാണല്ലോ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശന്തനുവിൻ്റെ ഭാര്യയാവാൻ ഗംഗാദേവിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. ഗംഗാദേവിയുടെ സമ്മതം ലഭിച്ചപ്പോൾ അഷ്ടവസ്തുക്കൾ തങ്ങൾ ഭൂമിയിൽ ജനിച്ച ഉടനെ നദിയിലെറിഞ്ഞ് കൊന്ന് എളുപ്പം ശാപമോക്ഷം തരപ്പെടുത്തി തരണമെന്നും ഗംഗയോട് അപേക്ഷിച്ചു. ആ അപേക്ഷയും ഗംഗാദേവിക്ക് സ്വീകാര്യമായിരുന്നു. രാജപരിപാലനം ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്ന ശന്തനു മഹാരാജാവ് ഒരിക്കൽ നായാട്ടിനായി ഗംഗാനദീതീരത്തുള്ള വനപ്രദേശത്ത് ചെന്നു. അവിടെ വെച്ച് സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. അദ്ദേഹം അവളോട് ചോദിച്ചു, "നീ ആരാണ്?" അവൾ പറഞ്ഞു, "ഞാൻ ഗംഗാദേവിയാണ്." രാജാവ്, "നിനക്ക് എൻ്റെ ഭാര്യയാവാൻ സമ്മതമാണോ?" ശന്തനുവിൻ്റെ ചോദ്യം കേട്ട ഗംഗ പറഞ്ഞു, "എനിക്ക് സമ്മതം. പക്ഷേ അങ്ങൊരിക്കലും എൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിര് പറയരുത്. അങ്ങനെ സംഭവിച്ചാൽ ആ നിമിഷം ഞാൻ അങ്ങയെ ഉപേക്ഷിച്ച് പോകും." ഗംഗയുടെ വ്യവസ്ഥ ശന്തനു സമ്മതിച്ചു. ഇരുവരും കൊട്ടാരത്തിൽ ചെന്ന് ഭാര്യാഭർത്താക്കന്മാരായി ജീവിതം ആരംഭിച്ചു. ഗംഗാദേവി ഗർഭിണിയായി. അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ പൈതലിനെ ഉടൻ തന്നെ ആ അമ്മ എടുത്തുകൊണ്ടുപോയി ഗംഗാനദിയിൽ എറിഞ്ഞു കൊന്നു. ഇങ്ങനെ 2 അല്ല 3 അല്ല തൻ്റെ 7 പ്രസവത്തിലെയും കുഞ്ഞുങ്ങളെ ഗംഗാദേവി ഇപ്രകാരം കൊന്നു. 8ാമത്തെ പൊന്നോമനയെയും അവൾ അപ്രകാരം കൊല്ലാൻ ഭാവിച്ച അവസരത്തിൽ ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, "മതി, നിൻ്റെ ക്രൂരകൃത്യം. ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വളർത്തണം. അല്ലയോ മഹാരാജാവേ, എൻ്റെ ആഗ്രഹത്തിന് അങ്ങ് എതിര് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും അങ്ങയുടെ ഭാര്യയായി തുടരുകയില്ല. അങ്ങയുടെ പുത്രന്മാരായി ജനിച്ച 8 പേരും ശാപം ലഭിച്ച അഷ്ടവസ്തുക്കളാണ്. അവരിൽ 7 പേരെയും ഞാൻ ഗംഗയിലെറിഞ്ഞ് കൊന്ന് ശാപമോക്ഷം നൽകിയിരിക്കുന്നു. അങ്ങയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 8ാമത്തെ ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലുന്നില്ല.
ഇവനെ ഞാൻ കൊണ്ടുപോയി വളർത്തി യഥാകാലം അങ്ങയെ തിരിച്ചേൽപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഗംഗാദേവി കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് പോയി. ഗംഗാദത്തൻ എന്നും ദേവവ്രതൻ എന്നും അറിയപ്പെടാൻ തുടങ്ങിയ ആ കുട്ടി വസിഷ്ഠ മഹർഷിയിൽ നിന്ന് വേദശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ചു. പരശുരാമനിൽ നിന്ന് വിദ്യകളെല്ലാം യഥാകാലം അഭ്യസിച്ച് മിടുക്കനായ ദേവവ്രതനെ ഗംഗാദേവി ശന്തനു മഹാരാജാവിന് തിരികെ ഏൽപ്പിച്ചു. ശന്തനു തൻ്റെ പ്രിയപുത്രനെ യുവരാജാവായി വാഴിക്കുകയും ചെയ്തു. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.